യുവ ആത്മീയ ഉച്ചകോടിക്ക് വാരണാസിയിൽ സമാപനം. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ 120-ലധികം ആത്മീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനകളിലെ 600-ലേറെ യുവ നേതാക്കളും അക്കാദമിക വിദഗ്ധരും വിഷയവിദഗ്ധരും ഒത്തുചേരുന്നു. വികസിത ഭാരതത്തിന് ലഹരിമുക്ത യുവത എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച യുവ ആത്മീയ ഉച്ചകോടി വാരാണസിയിലെ രുദ്രാക്ഷ് അന്താരാഷ്ട്ര കൺവെൻഷൻ കേന്ദ്രത്തിൽ കാശി പ്രഖ്യാപനത്തിന്റെ ഔപചാരിക അംഗീകാരത്തോടെ സമാപിച്ചു. 2047 മയക്കുമരുന്ന് രഹിത സമൂഹത്തിലേക്ക് രാജ്യം നടത്തുന്ന യാത്രയിലെ നിർണായക ഘട്ടത്തെ ഉച്ചകോടി അടയാളപ്പെടുത്തി. യുവ ഊർജ്ജത്തിന്റെയും ആത്മീയ ദർശനത്തിന്റെയും സ്ഥാപനപരമായ നിശ്ചയദാർഢ്യത്തിന്റെയും ദേശീയ സംയോജനം പ്രതിനിധീകരിക്കുന്നതായിരുന്നു സംഗമം. ലഹരി വസ്തുക്കളുടെ മാനസിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ, മയക്കുമരുന്ന് കടത്തിന്റെയും വിതരണ ശൃംഖലയുടെയും പ്രവർത്തന ഘടന, അടിസ്ഥാന ബോധവൽക്കരണ പ്രചാരണ തന്ത്രങ്ങൾ, പുനരധിവാസത്തിലും പ്രതിരോധത്തിലും ആത്മീയ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ പങ്ക് എന്നീ പ്രധാന തലങ്ങൾ വിശകലനം ചെയ്ത 4 കേന്ദ്രീകൃത പ്ലീനറി സെക്ഷനുകൾ ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ഈ ചർച്ചകൾ മയക്കുമരുന്ന് ആസക്തിക്കെതിരെ സഹകരണപരമായ പ്രവർത്തനത്തിന്, ഇന്ത്യൻ നാഗരിക വിജ്ഞാനത്തിലും യുവ നേതൃത്വത്തിലും വേരൂന്നിയ ദർശനാത്മക പ്രതിബദ്ധതയെ കാശി പ്രഖ്യാപനത്തിന് അടിത്തറ പാകി. ഭാരതത്തിന്റെ ആത്മീയ ശക്തി പ്രതിസന്ധി ഘട്ടങ്ങളിൽ എപ്പോഴും രാജ്യത്തെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവസമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ ആത്മീയ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകേണ്ടതെന്നും മാണ്ഡവ്യ പറഞ്ഞു. ഈ മഹാദൌത്യത്തിന്റെ നട്ടലായ ആത്മീയ സ്ഥാപനങ്ങൾ നിലകൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.